ഹായ് മക്കളെ, ഈ ഓണപ്പരീക്ഷ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഒരുപാട് കുട്ടികൾക്ക് നല്ല മനംമാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നും പഠിച്ചിട്ട് ഇനി വലിയ കാര്യമില്ല, എന്തായാലും ഫൈനൽ എക്സാമിന് പണി കിട്ടുന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഒന്ന് നന്നാവണം എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു ട്യൂഷന് ചേരണം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ട്യൂഷൻ പോരാ വേറൊന്നിലേക്ക് മാറണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്തായാലും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എജ്യൂപോർട്ടിന് എന്തുണ്ട്, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉണ്ട്, അതേപോലെ തന്നെ വേറെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ബാച്ച് ഉണ്ട്. ഇനി ഓഫ്ലൈനിൽ പോയാലോ എന്ന് വരെ ആലോചിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി എങ്ങനെയാണ് എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. നിങ്ങൾ കൺവിൻസിങ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഫോം ഫിൽ ചെയ്യാൻ ഞങ്ങൾ മാത്രം നൽകുന്ന ഒരു പ്രത്യേകത കേട്ടോ. നിങ്ങൾ ബാച്ചിൽ ഫീസ് അടിച്ച് ബാച്ചിൽ ജോയിൻ ചെയ്താലും ഒരാഴ്ച നിങ്ങൾക്ക് ആപ്പ് മൊത്തം ട്രൈ ചെയ്ത് നോക്കാനുള്ള സമയമുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ എത്രയാണോ ഫീസ് നിങ്ങൾ അടച്ചത് അത് മുഴുവൻ ഞങ്ങൾ 100% റീഫണ്ട് തരും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഭയങ്കര കോൺഫിഡൻറ്റാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുള്ളൂ. വേറൊരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യില്ല ഇങ്ങനെ 100% റീഫണ്ട് തരില്ല. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ കാണാം. എന്നിട്ട് ഇത് കൊള്ളാൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഫീച്ചേഴ്സൊക്കെ ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് പ്രധാനമായിട്ട് ഈ കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യം നിങ്ങൾക്കിനി നല്ല മാർക്ക് വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ, നിങ്ങൾ ഇതുവരെ പഠിക്കുന്ന രീതിയിൽ മാറണം അല്ലേ? നിങ്ങൾക്ക് എന്നാ തോന്നിയിട്ടില്ലേ? അതായത് ഇതുവരെ നമ്മളെന്താ ചെയ്യുക, ക്ലാസ് ഇങ്ങനെ കാണും, അതിപ്പോൾ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ, ക്ലാസ് ഇങ്ങനെ കാണുമ്പോൾ എന്തായിരിക്കും നമുക്ക് നല്ലോണം മനസ്സിലാവുകയും ചെയ്യൂലേ. പക്ഷേ പരീക്ഷകളിലെത്തുമ്പോഴോ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിംഗ് ആണ്. അപ്പോൾ സാറേ ബാക്കിയൊക്കെയോ, ഈ ക്ലാസ് ഇങ്ങനെ കണ്ടിട്ട് നമ്മളെന്താ ഈ നോളജ് ഇങ്ങനെ സ്വീകരിക്കുക, ക്ലാസ് കാണുക, ബുക്ക് വായിക്കുക എന്ന് പറയുന്നതൊക്കെ എന്താണ് പാസീവ് ലേണിംഗ്. ഈ പാസീവ് ലേണിംഗ് വെറും ബൈഹാർട്ട് ചെയ്യുന്ന, അതായത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ അല്ലെ നമ്മളെ മെമ്മറി മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പാസീവ് ലേണിംഗ് ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ പാറ്റേണിൽ എന്താണ്, നമ്മൾ ശരിക്കും എന്താണ് കുറച്ച് നേരം ക്ലാസ് കാണുക, കുറച്ച് ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്ത് കുറച്ച് തെറ്റിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ അതെന്തുകൊണ്ട് തെറ്റിയെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, എന്നിട്ട് അതുപോലത്തെ ഒരു ചോദ്യം ചെയ്യുക. അങ്ങനെ പഠിക്കുന്നതിനാണ് ആക്റ്റീവ് ലേണിംഗ്. ആൻഡ് എജ്യൂപോർട്ട് 2020 തുടങ്ങിയത് മുതൽ ആ പരിപാടിയാണ്. ഇപ്പം നമ്മുടെ സൂപ്പർ ബാച്ചിലെ കുട്ടികൾക്ക് ഏകദേശം അറിയായിരിക്കും എന്തിനാ ഞങ്ങൾ ഇത്രയും പണിയെടുക്കുക. കാരണം ഒരു ചാപ്റ്റർ എന്താണ് ഫുള്ള് ഡിവൈഡ് ചെയ്ത് ടോപ്പിക്കാക്കി, ടോപ്പിക്കിനെ വീണ്ടും സബ് ടോപ്പിക്കാക്കി, ഓരോ 10-20 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് ചോദ്യം ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ മാറിയ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ വലിയ വൺ ഷോട്ട് വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻസ് PDF ആയിട്ട് ആപ്പിലോ തരുന്ന പരിപാടിയല്ല. നമ്മളെന്താണ് ഓരോ വീഡിയോയുടെയും മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 20 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ആ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആ പഠിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് തരും. ആൻഡ് ആ ക്വസ്റ്റ്യൻസിൽ എന്തുണ്ട്, നിങ്ങളിപ്പോൾ ഇൻ കേസ് തെറ്റിപ്പോയാലോ, ആ തെറ്റിപ്പോയാൽ എന്തുകൊണ്ടാണ് നിങ്ങളെ തെറ്റിയെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ തരും. അഡാപ്റ്റീവായിട്ട് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ത് തരും, നിങ്ങൾക്ക് തരും. അങ്ങനെ ആ ടോപ്പിക്ക് പഠിച്ചാൽ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ഓരോ ടോപ്പിക്ക് നിർന്ന് പാഠം കഴിഞ്ഞാലാണ് ബാക്കിയുള്ളവർ തരുന്ന പോലെ PDF ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ സാമ്പിൾ ക്വസ്റ്റ്യൻസോ മോഡൽ ക്വസ്റ്റ്യൻസോ ഒക്കെ നമ്മൾ തരും. അതിന് മുന്നേ എന്തുണ്ട്, ഈ സ്റ്റെപ്പുകളൊക്കെ കഴിയും. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്ക് A+ സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങളെ പാസീവ് ലേണിംഗ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആക്റ്റീവിലേക്ക് തരണം. ആൻഡ് ഇന്ന് കേരളത്തിൽ ആക്റ്റീവ് ലേണിംഗ് തരുന്നത് എജ്യൂപോർട്ട് മാത്രമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇത്തവണ ആദ്യമായിട്ട് ഈ എന്താ പറയുക ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്യുന്ന കേട്ടോ. അതായത് സബ്ജക്റ്റിന് ക്ലബ്ബുകൾ, ഓരോ വിഷയങ്ങൾക്കും നമ്മൾ ക്ലബ്ബുകൾ തുടങ്ങുമ്പോൾ എന്താ ഈ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എജ്യൂപോർട്ടിലായിക്കോട്ടെ വേറെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ വീഡിയോസ് സെയിം അല്ലേ. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ സെയിം അല്ല എന്നുള്ളത്. അത് ചിലർക്ക് ചില സ്പെഷ്യൽ അറ്റൻഷൻ്റെ ആവശ്യമുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 8-9 പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഡിവിഷൻ അറിയുന്നുണ്ടാവില്ല. ഡിവിഷൻ അറിഞ്ഞില്ല മാത്സിലെ പല ക്വസ്റ്റ്യൻസിനും ആൻസർ കിട്ടില്ല. ഫിസിക്സിലൊക്കെ ആ പ്രശ്നം വരില്ലേ. അപ്പം പക്ഷേ എല്ലാവർക്കും ഡിവിഷൻ അറിയാത്ത പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ പറയണത് മക്കളെ നിങ്ങൾക്ക് ഡിവിഷൻ അറിയില്ലെങ്കിൽ മാത്സ് ക്ലബിൻ്റെ വക ഡിവിഷൻ്റെ ഒരു സ്പെഷ്യൽ സീരീസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സെഷൻ എന്ത് ചെയ്യാണ് നമ്മൾ തരികയാണ്. അവിടെ ഫുള്ള് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും. ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇനിയിപ്പോൾ ഹിന്ദി, ചില കുട്ടികൾക്ക് ഇപ്പോഴും ഹിന്ദി വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികളുണ്ട്, പക്ഷെ എല്ലാവരും ഇല്ല. അപ്പോൾ ഹിന്ദി വായിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഒരു 3 ദിവസത്തെ സ്പെഷ്യൽ സീരീസ് വരികയാണ്. അപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾ മാത്രം കണ്ടാൽ. അതാണ് നമ്മൾ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ എവിടെയൊക്കെയാണോ പെയിൻ പോയിന്റ്, എവിടെയൊക്കെയാണോ ബുദ്ധിമുട്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതും കൂടെ നമ്മൾ സോൾവ് ചെയ്ത് തരും. ആൻഡ് ബേസിക്കലി ഇതൊരു പോളിസിയുടെ ഭാഗമാട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഫീസൊക്കെ തന്ന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു ആഗ്രഹം എന്താ, ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് അല്ലേ. ആൻഡ് അതിന് 2 പാർട്ടുണ്ട്.
ഒരു പാർട്ട് തന്നെ നിങ്ങൾ പഠിക്കണമെന്ന്. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പാർട്ട് ഞങ്ങളാ ചെയ്യേണ്ടത് എന്ത്, നിങ്ങൾ എല്ലാ സപ്പോർട്ടും തരണം. ആ സപ്പോർട്ടിൻ്റെ പേരാണെന്ത്, ഈ ക്ലബ്ബുകളിൽ നിന്ന്. ആൻഡ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മറ്റൊരു സ്ഥലത്തും എന്ത് ചെയ്യില്ല നിങ്ങൾക്ക് ഈ ക്ലബ്ബ് കിട്ടൂല. ആൻഡ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അതുകൊണ്ട് എന്ത് ചെയ്യോ, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. ഇനി മൂന്നാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ കേസ് മെന്റർഷിപ്പ്. സർ ഇവിടെ മെന്റർഷിപ്പ് ഉണ്ടല്ലോ, പക്ഷെ ഞങ്ങളെ മെന്റർഷിപ്പ് ഇവിടുത്തെ പോലെ അല്ല കേട്ടോ. അതായത് വല്ലപ്പോഴൊന്ന് വിളിച്ചടാ പഠിക്കുന്നുണ്ടല്ലോ സുഖമല്ലേ ചോദിക്കലല്ല നമ്മളെ മെന്റർഷിപ്പ്. അതായത് ഞങ്ങളെ മെന്റേഴ്സിന് നിങ്ങളുടെ ആപ്പ് പോലെ തന്നെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ എന്താണ്, നിങ്ങൾ ഓരോ ആക്ടിവിറ്റി അവർക്ക് കാണാൻ പറ്റും. എൻ്റെ ആപ്പാണ് അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇന്നാളെ വിളിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് ഒരു കുട്ടി സ്ഥിരമായിട്ട് എന്നും മര്യാദയ്ക്ക് പഠിക്കുന്നൊക്കെ, പെട്ടെന്ന് ഇന്നലെ അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് എന്ത് ചെയ്യും, മെൻറ്റർക്ക് നോട്ടിഫിക്കേഷൻ പോകും, ഇവൻ എന്നും പഠിക്കും, ഇന്നലെ പഠിച്ചിട്ട് എന്തോ പ്രശ്നം വിളിച്ചു നോക്കി. ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സണൽ കെയർ. അല്ലെങ്കിൽ എന്താ, ഒരു 3 ദിവസമായിട്ട് ഇപ്പോൾ ഒരാൾ 3 ദിവസമായി പഠിക്കുന്നില്ല, ഇന്ന് വിളിച്ചു, പിന്നെ എന്നും അവൻ പഠിക്കുന്നവരെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരാഗ്രഹമുണ്ട് പഠിക്കാനെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മളെ മെൻറ്റേഴ്സ് സെറ്റാക്കി തരും. എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ഏത് കുട്ടികളോട് ചോദിച്ചാലും മതി എഡ്യൂപോർട്ടിൻ്റെ മെൻറ്റർഷിപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം ഞങ്ങൾക്കറിയാം, വെറും ആപ്പും തന്ന് കുറേ ഷെഡ്യൂളും തന്ന് കുറച്ച് ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ പഠിക്കില്ല. നിങ്ങൾ ഒരാളെന്ത് ചെയ്യണം, സ്നേഹത്തോടെ ഇടയ്ക്കൊന്ന് ചൂടായിട്ടൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണമല്ലേ. അപ്പോൾ അതായിരിക്കും നമ്മളുടെ മെൻറ്റേഴ്സ്. ഇതാണ് 3 പ്രധാന ഡിഫറൻസ്. നാലാമത്തേന് ഞാനൊരു സ്റ്റാറും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളിതെല്ലാം പുതിയ ബാച്ചാണ്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ എന്താ നിങ്ങൾക്ക് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണപരീക്ഷ വരെ എടുത്ത ടോപ്പിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒരു നവംബറോടുകൂടി അത് തീർത്തിട്ട് നവംബറിന് ശേഷം എന്ത് ചെയ്യും, ഓണപരീക്ഷയ്ക്ക് മുമ്പുള്ള ടോപ്പിക്കും തീർത്തിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മുമ്പ് ദ എൻറ്റയർ സിലബസ് നമ്മൾ തീർക്കും. ഞാനിത് സ്റ്റാർ ഇടാൻ കാരണം ബാക്കി എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയാം. ഓൺലൈനിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓഫ്ലൈന് പുതിയ ബാച്ച് തുടങ്ങുന്നറിയില്ല. എക്സിസ്റ്റിംഗ് ബാച്ചിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇടുന്ന പരിപാടിയല്ല എന്നുള്ള നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണെന്ത്, എഡ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്, നിങ്ങൾക്ക് ഒരാഴ്ച ട്രൈ ചെയ്യാനുള്ള സമയമുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഉറപ്പായിട്ട് എന്താണ്, നിങ്ങളുടെ ഉള്ളിലൊക്കെ എന്തുണ്ട്, ആ ഫുൾ A+ അല്ലെങ്കിൽ നല്ല മാർക്ക് എന്നുള്ള സ്വപ്നയില്ലേ നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കാൻ പറ്റും. ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റിലുള്ള ഫോം ഫില്ല് ചെയ്താൽ മതി. ബാക്കി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ട് എന്താണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. ബൈ.